ടോപ്പ് ട്യൂഷൻ്റെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ബയോളജിയിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്ററായ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ എക്സ്പ്ലനേഷനും ആ ക്വസ്റ്റ്യന് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതുമാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്? ബാലൻസ്ഡ് ഡയറ്റ് എന്നാൽ എന്ത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസിലും റൈറ്റ് പ്രൊപ്പോർഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: എ ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ് ഓൾ ദ ന്യൂട്രിയൻസ് സച്ച് ആസ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, fats, minerals, vitamins, fiber and water in the right proportion. Question: what are the major nutrients present in food? ഫുഡിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? ഫുഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് പോലെയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the nutrients we get from food are carbohydrates, proteins, fats, minerals, vitamins, fiber and water. Question: what is the importance of breakfast? ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത്? ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവുന്നതാണ്. പ്രോബ്ലംസ് പറഞ്ഞാൽ ടയേർഡ്നെസ്, മെമ്മറി ലോസ്, സ്റ്റഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോസസ് മെനി പ്രോബ്ലംസ് ലൈക്ക് ഫാറ്റിക്, ഡ്രൗസിനെസ്, ലാക്ക് ഓഫ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ് ആൻഡ് ലോസ് ഓഫ് മെമ്മറി. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഡൈജഷൻ? ഡൈജഷൻ എന്നാൽ എന്ത്? ഡൈജഷൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ സിംപ്ലസ്റ്റ് അബ്സോർബിൾ ഫോമിലോട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the process of converting complex food materials into simple absorbable forms is called digestion. Question: name the chambers present in cow's stomach to support rumination. rumination support ചെയ്യുന്ന ഒരു പശുവിൻ്റെ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ചേമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ്. ഒരു പശുവിൻ്റെ ചാമ്പേഴ്സിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് റൂമൻ, ഒമാസം, അബോസ്മാസം, റെറ്റിക്കുലം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: there are 4 chambers in the stomach of cows named rumen, reticulum, omasum and abomasum. Question: what is peristalsis? പെരിസ്റ്റാലിസിസ് എന്നാൽ എന്ത്? പെരിസ്റ്റാലിസിസ് പറയുന്നത് ഒരു സീരീസ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ ആണ്. ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റീവ് ട്രാക്കിലോട്ട് മൂവ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: പെരിസ്റ്റാലിസിസ് ഈസ് എ സീരീസ് ഓഫ് മസിൽ കോൺട്രാക്ഷൻസ് ദാറ്റ് മൂവ് ഫുഡ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ക്. ദിസ് ഇൻവോളണ്ടറി പ്രോസസ് ഒക്കേഴ്സ് ഇൻ ദ ഈസോഫാഗസ്, സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻസ്. ക്വസ്റ്റ്യൻ: what is the purpose of mechanical digestion in small intestine? സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള മെക്കാനിക്കൽ ഡൈജഷൻ്റെ പർപ്പസ് എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള മെക്കാനിക്കൽ ഡൈജഷൻ വന്നിട്ട് നമ്മുടെ ഫുഡിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ ഈ ഒരു ഫുഡ് ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ ഡൈജഷൻ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പെരിസ്റ്റാലിസിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: mechanical processes such as peristalsis and segmentation in the small intestine help the movement of food and mix food with digestive juices. Question: name the major actions involved in a cardiac cycle. Cardiac cycle involve ചെയ്തിട്ടുള്ള major actions ഏതൊക്കെയാണ്? കാർഡിയക് സൈക്കിളിൽ വരുന്ന മേജർ ആക്ഷൻസ് പറയുന്നത് കോൺട്രാക്ഷൻ ഓഫ് ആർട്ടറിയ, അതുപോലെ കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കുലാസ്, അതുപോലെ റിലാക്സേഷൻ ഓഫ് ആർട്ടറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the main arterial systole, contraction of arteria,
ventricular systole, contraction of ventricles, and the joint diastole, relaxation of atria, are the major actions involved in a cardiac cycle. Question: What is pacemaker? Pacemaker എന്നാൽ എന്ത്? Pacemaker എന്നാൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് യൂസ് ചെയ്തിട്ട് ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: A pacemaker is a medical device that helps to control the heartbeat by generating electrical impulses on the wall of the right atrium. Question: For what purpose does blood enter the lungs? ലങ്സിലോട്ട് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ബ്ലഡ് എൻ്റർ ചെയ്യുന്നത്? അപ്പോൾ ബ്ലഡ് വന്നിട്ട് ലങ്സിലോട്ട് എൻ്റർ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യാനും അതുപോലെ ഓക്സിജൻ അബ്സോർബ് ചെയ്യാനുമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം നോക്കാം. Blood enter the lungs to release carbon dioxide and to absorb oxygen. Question: Name 2 body parts where one can feel pulse apart from the wrist. റിസ്റ്റ് അല്ലാത്ത വേറെ 2 ബോഡി പാർട്സിൽ എവിടെയാണ് നമുക്ക് പൾസ് അനുഭവപ്പെടുന്നത്? ഇപ്പോൾ നമുക്ക് പൾസ് മെയിനായിട്ട് അനുഭവപ്പെടുന്നത് റിസ്റ്റിലാണ്. അപ്പോൾ ഈ റിസ്റ്റ് അല്ലാത്ത വേറെ 2 ഭാഗം എന്ന് പറയുന്നത് ഒന്ന് നെക്കും രണ്ടാമത് വന്നിട്ട് ഫോർഹെഡിൻ്റെ 2 സൈഡിലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: Apart from the wrist, we can feel pulse on neck and both the sides of the forehead. Question: What are the major facts affecting conduction of water in plants? അതായത് പ്ലാന്റ്സിനകത്ത് വാട്ടർ കണ്ടക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. പ്ലാന്റ്സിനകത്ത് കണ്ടക്ഷൻ ഓഫ് വാട്ടർ എഫക്റ്റ് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ട്രാൻസ്പിറേഷൻ, 2 ഓസ്മോസിസ്, 3 പറയുന്നത് അഡിഷൻ ഫോഴ്സ്, അതുപോലെ കൊഹിഷൻ ഫോഴ്സ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഓസ്മോസിസ്, റൂട്ട് പ്രഷർ, ലോസ് ഓഫ് വാട്ടർ ഫ്രം ലീവ്സ് ത്രൂ ട്രാൻസ്പിറേഷൻ, കൊഹിഷൻ ആൻഡ് അഡിഷൻ ഫോഴ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആർ ദ മേജർ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്. ക്വസ്റ്റ്യൻ: റൈറ്റ് എ ഷോർട്ട് നോട്ട് അസിമിലേഷൻ. അസിമിലേഷനെ കുറിച്ചിട്ട് ഒരു ചെറിയ നോട്ട് എഴുതാം. അപ്പോൾ അസിമിലേഷൻ പറയുന്നത് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിൽ ഓക്സിജനും ന്യൂട്രിയൻസിനും ഉണ്ടാവും. അപ്പോൾ ഈ ന്യൂട്രിയൻസ് സെല്ലിലോട്ട് കടക്കുന്നത് നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ്സിലൂടെയാണ്. അസിമിലേഷൻ പറയുന്നത് ഈ ന്യൂട്രിയൻസ് സെല്ല് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആൻസർ: The blood pumped by heart contains oxygen, nutrients and other important substance. These enters the cells through tissue fluid. Assimilation is the use of these nutrients by the cells. Question: What is a food plate? Food plate എന്നാൽ എന്ത്? ഫുഡ് പ്ലേറ്റ് എന്നാൽ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. നമുക്കൊരു ഹെൽത്തി ഡയറ്റിന് വേണ്ട ഫുഡിൻ്റെ പ്രപ്പോർഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഫുഡ് പ്ലേറ്റിൽ മെയിനായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, പ്രോട്ടീൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: എ ഫുഡ് പ്ലേറ്റ് ഈസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്. This helps people understand the proportions of different food groups needed for a healthy diet. Food plate has a half a plate of fruits and vegetables, a quarter of cereals, a quarter of protein-rich foods and a glass of milk or dairy products. Question: What is junk food? Why we have avoided the consumption of junk food? എന്താണ് ജങ്ക് ഫുഡ്? ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കണം പറയുന്നതിൻ്റെ കാരണം എന്ത്? ജങ്ക് ഫുഡ് പറഞ്ഞാൽ ഹൈ കലോറീസും ലോ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫുഡ്സാണ്. അപ്പോൾ ഇത് ഡെയിലി കഴിക്കുന്നത് മൂലം നമുക്ക് കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ജങ്ക് ഫുഡ്സ് ആർ ഫുഡ് വിത്ത് ഹൈ കലോറീസ് ആൻഡ് ലോ ന്യൂട്രീഷൻ വാല്യൂ. Consuming junk food regularly can lead to malnutrition and other health problems like obesity, heart disease and diabetes. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2-3 സെൻറ്റൻസിൽ ഉത്തരം എഴുതാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ: Where in the digestive system does the absorption of most nutrients, water and salt occur? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏത് ഭാഗത്താണ് ന്യൂട്രിയൻസ് അതുപോലെ വാട്ടർ, സോൾട്ടിൻ്റെ അബ്സോർപ്ഷനൊക്കെ നടക്കുന്നത്?
മെയിനായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസും വാട്ടറൊക്കെ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനാണ്. അതുപോലത്തെ റിമൈനിങ് വാട്ടർ സോൾട്ടൊക്കെ അതിൻ്റെയൊക്കെ ഒബ്സോർപ്ഷൻ നടക്കുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The absorption of simple nutrients, water, vitamins and minerals mainly take place in the small intestine. The absorption of remaining water and salts occurs in large intestine. Question: What are villi? How are they useful? Villi പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താണ്? വില്ലൈ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ വോളിൽ കാണുന്ന ഒരു വിരൽ ഷേപ്പിലുള്ള പ്രൊജക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ ഇന്നർ വോൾ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് കോൾഡ് വില്ലൈ. Villi greatly increase the surface area for absorption and hence enhance the absorption process. Question: What is electrocardiogram? Electrocardiogram അല്ലെങ്കിൽ ECG എന്നാൽ എന്ത്? ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ വോളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ പൾസസിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ECG എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ECG is a graphical representation of the electrical waves felt in the walls of the heart when the heart beats. It provides valuable information about the overall health of heart. Question: What is hypertension? Hypertension എന്നാൽ എന്ത്? സാധാരണ ഒരു നോർമൽ പേഴ്സണിൻ്റെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mm ആണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ബ്ലഡ് പ്രഷർ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ: The normal blood pressure of a healthy person is recorded as 120/80 mmHg. Blood pressure rising above this level is called hypertension. Question: What is hypotension? Hypotension എന്നാൽ എന്ത്? സാധാരണ ഒരു നോർമൽ പേഴ്സണിൻ്റെ ബ്ലഡ് പ്രഷർ പറയുന്നത് 120/80 mm ആണ്. അപ്പോൾ ഈ ഒരു ലെവലിനേക്കാളും താഴെയാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ എങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോടെൻഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The normal blood pressure of a healthy person is recorded as 120/80 mmHg. Blood pressure lowering from this level is called hypotension. Question: What is stroke? Stroke എന്നാൽ എന്ത്? സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ പോകുന്ന ബ്ലഡ് വെസൽസ് ഒന്നില്ലെങ്കിൽ പൊട്ടുക അല്ലെങ്കിൽ അതിലൊരു ബ്ലോക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തളരും, ആ ഒരു ഏരിയ തളരും. അതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Stroke is caused by the blockage or rupture of blood vessels in the brain. When blood vessels rupture or are blocked, the part of the body controlled by that area of the brain become dysfunctional. Question: What is transpiration? Transpiration എന്നാൽ എന്ത്? ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു ചെടിയിലുള്ള എക്സസൈഡിലുള്ള വാട്ടർ അതിൻ്റെ ലീവ്സിലൂടെ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Transpiration is the loss of excess water from plants through their leaves. Question: What is the functions of mouth in the chemical digestion? Chemical digestionൽ മൗത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആദ്യം മൗത്തിലൂടെയാണ് ആ ഫുഡ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കഴിച്ച ഫുഡും അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻഡ്സിൽ നിന്ന് പുറത്തു വരുന്ന സലൈവ പറയുന്നത് ഉമിനീര്, ഈ ഫുഡും ഉമിനീരും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മൗത്തിൻ്റെ ആദ്യത്തെ ഫങ്ഷനിലൂടെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The digestion of starch begins in the mouth with salivary amylase from the salivary gland. Question: What is the importance of esophagus in the chemical digestion? Chemical digestionനകത്ത് ഈസോഫാഗസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ ഈസോഫാഗസിലുള്ള പെരിസ്റ്റാലിസിസ് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ സ്റ്റൊമക്കിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈസോഫാഗസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: In esophagus, peristalsis moves the food into the stomach. Question:
വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റൊമക്ക് ഇൻ ദ കെമിക്കൽ ഡൈജഷൻ? കെമിക്കൽ ഡൈജഷനകത്ത് സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്റ്റൊമക്കിൽ എത്തുമ്പോൾ ഒരു ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് വന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസിഡ് നമ്മുടെ ഫുഡിലുള്ള ജംസിനെയൊക്കെ കിൽ ചെയ്തിട്ട് അവിടെ ഒരു pH റെഗുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പെപ്സിൻ പറഞ്ഞ ഒരു ആസിഡ് വന്നിട്ട് നമ്മുടെ പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യും. അതുപോലെ ലിപ്പാസസ് വന്നിട്ട് ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: In the stomach, hydrochloric acid produced by the gastric glands kills germs and regulates pH. Pepsin partially digests proteins, lipases help digest lipids, and mucus protects the stomach wall from digestive juices. Question: Explain the role of liver in digestion process. Digestion processനകത്ത് ലിവറിൻ്റെ റോള് എന്താണ്? അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ലിവർ വന്നിട്ട് ഒരു ബൈൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിനെ ഗാൽ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. ഈ ബൈൽ വന്നിട്ട് നമ്മുടെ ഫുഡിലുള്ള ഫാറ്റിനെ ബ്രേക്ക് ചെയ്ത് അതിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കും. എന്നിട്ട് അവിടെ ഒരു pH റെഗുലേറ്റ് ചെയ്യും. ഇതാണ് ലിവറിൻ്റെ റോള്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The liver produces bile and stores it in the gallbladder. No enzymes in bile moves to duodenum to break down fat into small particles. This regulates pH. Question: Explain the role of pancreas in digestion process. Digestion processനകത്ത് പാൻക്രിയാസിൻ്റെ റോള് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ പാൻക്രിയാസിനകത്ത് ഒരു പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ജ്യൂസ് വന്നിട്ട് നമ്മുടെ കെമിക്കൽ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ പാൻക്രിയാറ്റിക് വന്നിട്ട് പാർഷ്യലി സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യും. അതുപോലെ ട്രിപ്സിൻ പറഞ്ഞ ജ്യൂസ് വന്നിട്ട് പാർഷ്യലി പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യും. അതുപോലെ ലിപ്പാസസ് വന്നിട്ട് ലിപ്പിഡിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് പാൻക്രിയാസിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The pancreas produces pancreatic juice to help chemical digestion in the duodenum. Pancreatic amylases partially digest the starch. The trypsin partially digests the proteins. Lipases completely digest the lipid into fatty acid and glycerol. Question: What is atherosclerosis? Atherosclerosis പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഒരുപാട് ഫാറ്റി ഫുഡ് കൺസ്യൂം ചെയ്താൽ, അതായത് കഴിച്ചാൽ അവരുടെ ആർട്ടറി വോൾസിനകത്ത് ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഒരു കണ്ടീഷനിലോട്ട് കൊണ്ടുപോകും. ആ കണ്ടീഷനെയാണ് ആത്തറോസ്ക്ലറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Consuming too much of fatty food causes deposition of fat in the arterial walls. This leads to atherosclerosis. Question: What is coronary thrombosis? Coronary thrombosis പറഞ്ഞാൽ എന്ത്? നമ്മൾ നേരത്തെ ആത്തറോസ്ക്ലറോസിസ് പറഞ്ഞു. ആ ഒരു കണ്ടീഷൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ കൊറോണറി ആർട്ടറിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അഥവാ ഇതുപോലെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് കൊറോണറി ത്രോംബോസിസ് പറയുന്നത്. ഇത് ഹാർട്ട് അറ്റാക്കിന് വരെ ലീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: As a result of atherosclerosis, blood is clotted in the coronary artery, leading to the coronary thrombosis. This in turn may cause heart attack. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ന്യൂട്രീഷൻ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്നാൽ എന്ത്? ന്യൂട്രീഷനിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്? ഒരു ഓർഗാനിസം എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിൽ നിന്നും ന്യൂട്രീഷ്യൻസിന് വേണ്ടിയിട്ട് ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡിഫറെൻറ്റ് സ്റ്റേജസ് വരുന്നത് ഒന്ന് വന്ന് ഇൻജഷൻ, പിന്നെ ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫോർ ന്യൂട്രിയൻസ് from the external environment. Different stages involved is nutrition are ingestion, digestion, absorption, assimilation and ejection of digestive waste. Question:
എക്സ്പ്ലെയിൻ ഹൗ ന്യൂട്രീഷൻ ടേക്ക് പ്ലേസ് ഇൻ അമീബ. അമീബക്കകത്ത് എങ്ങനെയാണ് ന്യൂട്രീഷൻ നടക്കുന്നത്? അമീബ പറയുന്നത് ഒരു യൂണിസെല്ലുലർ ഓർഗാനിസം ആണ്. അപ്പോൾ അമീബ ഒരു ഫുഡ് എൻഗൾഫ് ചെയ്യുന്നത് അതിൻ്റെ സ്യൂഡോപോഡ് പറഞ്ഞ വഴിയിലൂടെയാണ്. അപ്പോൾ ഇതിലൂടെ സെല്ലിലോട്ട് എൻ്റർ ചെയ്തതിനാൽ ഈ ഫുഡ് നേരെ പോകുന്നത് ഫുഡ് വാക്യൂളയിലകത്താണ്. അപ്പോൾ അവിടെയുള്ള ഒരു ഡൈജസ്റ്റീവ് എൻസൈമുമായിട്ട് ഈ ഫുഡ് മിക്സായിട്ട് അത് ഡൈജസ്റ്റ് ആവുന്നതായിരിക്കും. ഇങ്ങനെയാണ് അമീബക്കകത്ത് ന്യൂട്രീഷൻ നടക്കുന്നത്. ഇതെങ്ങനെ ആൻസറായിട്ട് എഴുതാൻ നോക്കാം. ആൻസർ: അമീബ ഈസ് എ യൂണിസെല്ലുലർ ഓർഗാനിസം. It engulfs the food into the cell using pseudopodia. Food then reaches in the food vacuola and enzymes digest the food by intracellular digestion. Later, remnants are expelled through the cell surface. Question: Explain the nutrition process in Hydra. ഹൈഡ്രയിൽ വരുന്ന ന്യൂട്രീഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഹൈഡ്ര പറയുന്നത് ഒരു മൾട്ടി സെല്ലുലർ ഓർഗാനിസം ആണ്. അതിൻ്റെ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് ഹൈഡ്ര പ്രേന് അല്ലെങ്കിൽ ഇരകളിനെ പിടിക്കുന്നത്. അപ്പോൾ ഒരു ഇര കിട്ടിക്കഴിഞ്ഞാൽ ഹൈഡ്ര അതിൻ്റെ മൗത്തിലോട്ട് ഇടും. അതിൽ മൗത്തിൽ നിന്ന് നേരെ പോകുന്നത് ബോഡി ക്യാവിറ്റിക്കകത്താണ്. ഈ ബോഡി ക്യാവിറ്റിക്കകത്താണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ആ ഫുഡ് പോകുന്നത് ഫുഡ് വാക്യൂളിലേക്കാണ്. ഫുഡ് വാക്യൂളിലുള്ള എൻസൈമും ഫുഡും കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ ഡൈജഷൻ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: Hydra is a multicellular organism. It uses its tentacles to paralyze prey, then takes it into mouth and then to the body cavity. Digestion starts in the body cavity with the enzymes from the inner wall, that is extracellular digestion. Then food vacuoles in the cells finish digesting the food, that is intracellular digestion. Question: What is rumination? How it helps the digestion process? റുമിനേഷൻ എന്നാൽ എന്ത്? അത് ഡൈജഷൻ പ്രോസസ്സിൽ എങ്ങനെ സഹായകരമാകുന്നു? നമ്മുടെ പശുക്കൾ പോലെയുള്ള മൃഗങ്ങൾ വന്നിട്ട് ഭക്ഷിച്ച ഫുഡിനെ പാർഷ്യലി ഡൈജസ്റ്റഡ് ആക്കി സ്റ്റൊമക്കിൽ വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ഫുഡ് തിരിച്ച് അവരുടെ മൗത്തിലോട്ട് തന്നെ എടുത്ത് അത് വീണ്ടും വീണ്ടും ചൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് റുമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Rumination is the process by which animals like cows bring the partially digested swallowed food from their stomach back into their mouth to chew it again. It helps the digestion process more effective. Question: Explain the structure of tooth. Toothinte structure explain ചെയ്യുക. നമ്മുടെ ടൂത്ത് വന്നിട്ട് മെയിനായിട്ട് കവർ ചെയ്തിരിക്കുന്നത് 3 പാർട്സിലാണ്. ഒന്ന് ക്രൗണ്, രണ്ടാമത്തെ നെക്ക്, മൂന്നാമത്തെ റൂട്ട്. ഇതിനകത്ത് നമുക്ക് കാണപ്പെടുന്ന പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് ഇനാമൽ, ഡെൻഡൈൻ, പൾപ്പ് കാവിറ്റി, സിമെൻറ്റ് എന്നിവയൊക്കെയാണ്. ഇനി ഇവ ഓരോന്നും എന്താണെന്നും അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ആൻസർ: The structure of tooth broadly covers dental crown, root and neck. Dental crown is the visible part of the tooth that extends above the gum. The root is the inner part of the tooth that holds it in place and supports the crown. The neck of the tooth is the junction between the crown and the root. The detailed structure of tooth includes the below additional parts. First one, enamel. Enamel is the outer covering of the dental crown. This is the hardest substance in the human body and is non-living. Second one, dentine. Tooth is performed by this living tissue. Third one, pulp cavity. The innermost part of the tooth consisting of soft connective tissue called pulp, blood vessels, nerves and odontoplast cells. Fourth one, cementum. Calcium containing connective tissue that holds the tooth in the socket of the gum. Question: Describe some of the best practices of dental care. അതായത് നല്ല ഡെന്റൽ കെയറിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പം അതിലത്തെ ഒന്ന് പറയേണ്ടത് ഒരു ദിവസം 2 തവണയെങ്കിലും ബ്രഷ് ചെയ്യാം. പിന്നെ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും നന്നായിട്ട് പല്ല് വൃത്തിയാക്കുക. ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ:
First one, brushing teeth twice a day. Second one, controlled use of sweets and chocolates. Third one, clean the mouth after each meal. Fourth one, include calcium-rich food. Fifth one, avoid extremely cold or hot food. Question, explain the food swallowing process. ഫുഡ് swallow ചെയ്യുന്നുള്ള പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ ഫുഡ് swallow ചെയ്യുന്ന പ്രോസസ്സ് പറയുന്നത് ഒന്നിൽ കൂടുതൽ സ്റ്റെപ്സിലാണ് പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്സും എന്താണെന്ന് നമുക്ക് വിശദീകരിച്ച് എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ, the process of food swallowing involves several coordinated steps to ensure the safe passage of food from mouth to stomach. This process can be explained as follows. The tongue compresses the food into balls with the help of palate and pushes towards the pharynx at the back of the mouth. The uvula closes off the nasal cavity that opens to the pharynx. The posterior part of the tongue helps moving food over the epiglottis into the esophagus. Muscles in the pharynx contract to push the food downward. The trachea rises and is closed by the epiglottis. Question, what is mechanical digestion? Describe the features that support mechanical digestion in humans. Mechanical digestion പറഞ്ഞാൽ എന്താണ്? ഈ മെക്കാനിക്കൽ ഡൈജഷൻ വന്നിട്ട് ഹ്യൂമൻസിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫുഡിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ സ്റ്റെപ്സുകൾ വരുന്നുണ്ട്. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആൻസർ, breaks down food into smaller particles is called mechanical digestion. The supporting feature include: first one, chewing the food with teeth in mouth. Second one, strong peristalsis in the stomach turns food into a paste-like form. Third one, circular muscles of the stomach hold the food for a long time to support proper mixing and breaking down of food. Fourth one, peristalsis and segmentation in the small intestine help move food and mix it well with digestive juices. Question, explain the chemical digestion of protein. പ്രോട്ടീൻ്റെ കെമിക്കൽ ഡൈജഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. സ്റ്റൊമക്കിനകത്ത് ഗാസ്ട്രിക് ഗ്ലാൻഡ്സിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആസിഡ് വന്നിട്ട് നമ്മുടെ ഫുഡിലുള്ള ജെംസിനെയൊക്കെ ഇല്ലാതാക്കും. പെപ്സിൻ വന്നിട്ട് നമ്മുടെ ഫുഡിലുള്ള പ്രോട്ടീൻസിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. പിന്നീട് ഈ പാർഷ്യലി ഡൈജസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ട്രിപ്സിൻ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ, hydrochloric acid from the gastric glands regulates the stomach's pH to enhance enzyme activity in digestion. Pepsin partially digests proteins in the stomach. In the small intestine, proteases like trypsin further digest proteins and convert into amino acids, which are the final product of protein digestion. Question, explain the chemical digestion of lipid. ലിപ്പിഡിൻ്റെ കെമിക്കൽ ഡൈജഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചു, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആസിഡ് വന്നിട്ട് ഫുഡിലുള്ള ജെംസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെയൊക്കെ കൊല്ലുന്നുണ്ട്. അതിനുശേഷം ഈ ഫുഡ് വന്നിട്ട് പാൻക്രിയാറ്റിക് എൻസൈംസ് ഫുഡിലുള്ള ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കും. അത് പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നീട് ലിപ്പാസസ് ആണ് ഈ പാർഷ്യലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ലിപ്പിഡ്സിനെയൊക്കെ ഫുള്ളി ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ ഗ്ലിസറോളും അതുപോലെ ഫാറ്റി ആസിഡും ആക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ, hydrochloric acid from the gastric glands regulates the stomach's pH to enhance enzyme activity in digestion. Partial digestion of lipids happen by pancreatic enzyme lipases in stomach. Lipases completely digest the lipid into fatty acid and glycerol in duodenum. Question, how does starch undergo chemical digestion? സ്റ്റാർച്ചിൻ്റെ കെമിക്കൽ ഡൈജഷനെ കുറിച്ച് പറയാനാണ്. സ്റ്റാർച്ചിൻ്റെ കെമിക്കൽ ഡൈജഷൻ മൗത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഫുഡ് പോകുന്നത് നേരെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് വന്നിട്ട് ഈ ഒരു ഫുഡിനെ സ്മോളർ കോമ്പണൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ഡീറ്റെയിൽഡ് ചെയ്ത് എഴുതാൻ നോക്കാം. ആൻസർ,
The digestion of starch begins in the mouth with salivary amylase from the salivary glands. No starch digestion happens in stomach due to the acidic environment. In small intestine, the digestive juices produced from liver, pancreas, and intestinal carbohydrates convert complex carbohydrates into simple components like glucose, fructose, and galactose. Pancreatic amylase helps in starch digestion. Question: What is the role of small intestine in digestion? ഡൈജഷനിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഡൈജഷൻ പ്രോസസ്സിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിന് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയുണ്ട്. ഇപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ജ്യൂസാണ് ഫുഡിനെ സിംപ്ലർ കമ്പോണൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: സ്മോൾ ഇൻറ്റസ്റ്റൈൻ പ്ലേസ് എ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഡൈജഷൻ. The digestive juices produced by the liver and pancreas reaches small intestine to help digestion as follows. First one, carbohydrates in the intestinal juice break down complex carbs into glucose, fructose, and galactose. Second one, proteases convert proteins into amino acid. Third one, the small intestine absorbs nutrients, water, vitamins, and minerals. Question: What is the role of large intestine in digestion process? ഇപ്പോൾ ഡൈജഷൻ പ്രോസസ്സിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ റോൾ എന്താണ്? ഇപ്പോൾ ഡൈജഷൻ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ തന്നെയാണ്. അവിടെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ആൻസറായിട്ട് എഴുതാം നോക്കാം. ആൻസർ: Large intestine is the final segment of the digestive system and the major roles includes: First one, the undigested food substances reaches large intestine and remaining water and salts will be absorbed. Second one, certain bacteria of large intestine produce vitamin K and vitamin B complex. Third one, it carries digestive waste to rectum to expels through the anus. Question: Explain the structure of small intestine. Small intestine structure explain ചെയ്യുക. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് നീളം കൂടിയ ചുരുണ്ട് കിടക്കുന്ന ഒരു മസ്കുലർ ട്യൂബാണ്. അപ്പോൾ ഈ ഒരു ട്യൂബിനകത്ത് അതിൻ്റെ ഇന്നർ വോളിനകത്ത് നമുക്കൊരു വിരൽ ഷേപ്പിലുള്ള കുറേ പ്രൊജക്ഷൻസ് കാണാൻ കഴിയും. അതിനെ നമ്മൾ വില്ലായി പറയാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വന്നിട്ട് ഡൈജഷനും അതുപോലെ തന്നെ അബ്സോർപ്ഷനും വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The small intestine is a long, coiled muscular tube with 6 meters in length and 2.5 centimeters in diameter. Finger-like projections called villi are found throughout the inner wall of small intestine. This structure increases the surface area of absorption drastically. The peculiar structure of small intestine is highly helpful for the digestion and absorption process. Question: Describe a detailed structure of villus. വില്ലസിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വില്ലസ് എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ വോളിൽ കാണപ്പെടുന്ന ഒരു വിരൽ ഷേപ്പിലുള്ള പ്രൊജക്ഷൻസ് ആണ്. അപ്പോൾ ഇതിന് 3 പാർട്സാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് എപ്പിത്തീലിയൽ സെല്ല്, പിന്നെ വരുന്നത് ലാക്റ്റിയലും, പിന്നെ ഒന്ന് കാപ്പിലറീസും. അപ്പോൾ ഇതെങ്ങനെ ആൻസറായിട്ട് എഴുതാം നോക്കാം. ആൻസർ: വില്ലസ് ഇസ് ദ finger-like projections present throughout the inner wall of the small intestine. 3 major parts of the villus are: First one, single layered epithelial cells, the primary surface for the absorption of nutrients. Blood capillaries, an artery branch enters the villus to form blood capillaries. They unite to form vein and absorb glucose, fructose, galactose and amino acids. Third one, lacteal, the branch of lymph vessel which absorbs fatty acid and glycerol into its lymph. Question: Briefly explain different components of blood. ബ്ലഡിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ബ്ലഡിൻ്റെ കമ്പോണൻസ് മെയിനായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലാസ്മ, രണ്ടാമതൊന്ന് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിൽ തന്നെ നമുക്ക് വൈറ്റ് ബ്ലഡ് സെല്ലും ഉണ്ട്, അതുപോലെ റെഡ് ബ്ലഡ് സെല്ലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Answer: The major components of blood are divided into plasma. Plasma covers 55% of blood.
Major components are water and proteins like albumin, globulin, fibrinogen. Second one, blood cells covers 45%. Major components are red blood cells, white blood cells and platelets. Question: list out the proteins present in plasma. Give specific functions. പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? പ്ലാസ്മയിൽ മെയിനായിട്ട് 3 പ്രോട്ടീൻസ് ആണ് വരുന്നത്. ഒന്ന് ആൽബുമിൻ, രണ്ടാമത് വന്നത് ഗ്ലോബുലിൻ, മൂന്നാമത് വന്നിട്ട് ഫിബ്രിനോജൻ. ഇനി അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെ ആൻസറാക്കി എഴുതാൻ നോക്കാം. ആൻസർ: ആൽബുമിൻ റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ. ഗ്ലോബുലിൻ സിന്തസിസ് ആൻറ്റിബോഡീസ് ഫോർ ഇമ്മ്യൂണിറ്റി. Fibrinogen plays a major role in the coagulation of blood. Question: describe the lymphatic system. Lymphatic systemത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ലിംഫാറ്റിക് സിസ്റ്റം പറയുന്നത് ലിംഫ് വെസൽസ്, ലിംഫ് നോഡ്സ്, ബോൺ മാരോ, സ്പ്ലീൻ, തൈമസ് എന്നിവയെല്ലാം കൂടിച്ചേർന്നതാണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിനകത്ത് റെഡ് ബ്ലഡ് സെൽസും അതുപോലെ ലാർജർ പ്രോട്ടീൻ മോളിക്യൂൾസ് ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ദ ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് lymph vessels, lymph nodes, spleen, bone marrow and thymus gland. Red blood cells and large protein molecules are not seen in the lymph. Lymphatic system plays a major role in immunity. Question: what are different types of blood vessels? പലതരത്തിലുള്ള ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്? 3 ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് വന്നിട്ട് ആർട്ടറി, രണ്ടാമത്തെ വന്നിട്ട് ബ്ലഡ് കാപ്പിലറീസ്, മൂന്നാമത്തെ വെയിൻ. അപ്പോൾ ഇവ ഏതാണ്, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: ദ ബ്ലഡ് വെസൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു 3. ഫസ്റ്റ് വൺ, ആർട്ടറി. Artery vessels have thick and elastic walls. Blood flows with high pressure and high speed. It carries blood from the heart. Second one, capillary. Capillary has walls with single layer of cells with minute pores. Blood flows with low pressure and low speed. Third one, vein. Vein has thin wall and blood flows with low pressure and low speed. Valves are present and it carries blood to the heart. Question: what are portal veins? Explain. Portal veins എന്നാൽ എന്ത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. പോർട്ടൽ വെയിൻസ് വന്നിട്ട് ഒരു ഓർഗാനിൽ നിന്നും മറ്റൊരു ഓർഗാനിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. ഈ വെയിൻസ് ഹാർട്ടിൽ ടച്ച് ചെയ്യാതെയാണ് ഒരു ഓർഗാനിൽ നിന്നും മറ്റൊരു ഓർഗാനിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: പോർട്ടൽ വെയിൻസ് ആർ വെയിൻസ് ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം ഓർഗാൻ ടു ഓർഗാൻ വിത്തൗട്ട് റീച്ചിങ് ഹാർട്ട്. എക്സാമ്പിൾ: ദ ബ്ലഡ് ക്യാരിങ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആർ ക്യാരിഡ് ടു ദ ലിവർ ബൈ ദ ഹെപ്പറ്റിക് പോർട്ടൽ വെയിൻ. Question: where is heart position? What is the major functionality of heart? ഹാർട്ടിൻ്റെ പൊസിഷൻ എവിടെയാണെന്നും ഹാർട്ടിൻ്റെ ഫങ്ഷണാലിറ്റി എന്താണെന്നും എഴുതുക. ഇപ്പോൾ ഹാർട്ട് പറയുന്നത് ഒരു മസ്കുലർ ഓർഗാനാണ്. അപ്പോൾ അത് പൊസിഷൻ ചെയ്തിരിക്കുന്നത് തൊറാസിക് കാവിറ്റീൻ്റെ സ്ലൈറ്റ്ലി ടിൽഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ വന്നിട്ട് ബോഡിയിലുള്ള എല്ലാ പാർട്സിലേക്കും ബ്ലഡ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് ഹാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. Heart is a muscular organ positioned slightly tilted towards the left in the thoracic cavity. The heart pumps blood continuously through blood vessels to all parts of the body. Question: what is pericardium? What is the relevance of it? Pericardium പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്? ഹാർട്ടിനെ ഒരു ഡബിൾ ലെയർഡ് മെമ്പറൈൻ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെമ്പറൈനെയാണ് നമ്മൾ പെരികാർഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ആ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഡബിൾ ലെയർഡ് മെമ്പറൈൻ കോൾഡ് ദ പെരികാർഡിയം.
Pericardial fluid protects the heart from external shocks and reduces friction between membranes during heartbeats. Question. Explain the structural view of the heart. ഹാർട്ടിൻ്റെ സ്ട്രക്ചറൽ വ്യൂ എക്സ്പ്ലെയിൻ ചെയ്യുക. ഹാർട്ട് പറയുന്നത് ഒരു മസ്കുലർ ഓർഗൻ ആണ്. അതിനെ കവർ ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ ലെയേർഡ് മെമ്പറൈൻ യൂസ് ചെയ്തിട്ടാണ്. ഹാർട്ടിന് മെയിനായിട്ട് 4 വാൾവും അതുപോലെ തന്നെ 4 ചേമ്പേഴ്സും പിന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസുമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ. Heart is a muscular organ that pumps blood to the entire body. It is positioned slightly tilt towards the left in the thoracic cavity. Heart is protected by a double-layered membrane called the pericardium. Heart can be described as a group of chambers, valves and associated vessels. First one, chambers. Container for blood. 4 chambers are right atrium, left ventricle, left atrium and left ventricle. Valves ensure blood flows in the specific direction. 4 main valves are tricuspid, pulmonary, bicuspid and aortic valves. Vessels. Blood vessels carry blood to and from the heart. Major blood vessels with heart include superior, inferior vena cava, pulmonary arteries, pulmonary veins and aorta. Question. Write a short note on different chambers of heart. ഹാർട്ടിൽ വരുന്ന ഡിഫറെൻറ്റ് ചാമ്പേഴ്സിനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട് എഴുതുക. ഹാർട്ട് പറയുന്നത് ഒരു മസ്കുലർ ഓർഗനാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് 4 ചാമ്പേഴ്സാണ് വരുന്നത്. ഒന്ന് ലെഫ്റ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ. Heart is a muscular organ that pumps blood to the entire body. Chambers are the containers for blood. Heart has 4 chambers. First one, right atrium, receives deoxygenated blood from the body via the superior and inferior vena cava. Second, right ventricle, pumps the deoxygenated blood to the lungs via the pulmonary artery. Third one, left atrium, receive oxygenated blood from the lungs via pulmonary veins. Fourth one, left ventricles, pumps the oxygenated blood to the rest of the body via aorta. Question. Write a short note on different valves of heart. ഹാർട്ടിൽ വരുന്ന ഡിഫറെൻറ്റ് വാൾസിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് എഴുതുക. ഹാർട്ടിനകത്ത് മെയിനായിട്ട് 4 വാൾസാണ് വരുന്നത്. ഒന്ന് ട്രൈക്കസ്പിഡ് വാൾ, രണ്ടാമത് വരുന്നത് പൾമനറി വാൾ, മൂന്നാമത്തെ മിട്രൽ വാൾ ഓർ ബൈകസ്പിഡ് വാൾ, നാലാമത്തെ വരുന്നത് ഒറോട്ടിക് വാൾസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കാം. ആൻസർ. ഹാർട്ട് ഈസ് എ മസ്കുലർ ഓർഗൻ ദാറ്റ് പംപ്സ് ബ്ലഡ് ടു ദ എൻറ്റയർ ബോഡി. Valves ensure blood flows in the specific direction. Heart has 4 valves. First one, tricuspid valve, located between the right atrium and the right ventricle. Second one, pulmonary valve, located between the right ventricle and the pulmonary artery. Third one, mitral or bicuspid valve, located between the left atrium and left ventricle. Fourth one, aortic valve, located between the left ventricle and the aorta. Question. Write a short note on different vessels of heart. ഹാർട്ടിൽ വരുന്ന ഡിഫറെൻറ്റ് വെസൽസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. അപ്പോൾ ഹാർട്ട് പറയുന്നത് ഒരു മസ്കുലർ ഓർഗനാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് ഒന്ന് സുപ്പീരിയർ വെനക്കാവ, രണ്ടാമത് പൾമിനറി ആർട്ടറീസ്, പിന്നെ വരുന്നത് പൾമിനറി വെയിൻസും പിന്നെ ഒറോട്ടിക് വാൾവ്സും ആണ്. അപ്പോൾ ഇതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ. ഹാർട്ട് ഈസ് എ മസ്കുലർ ഓർഗൻ ദാറ്റ് പംപ്സ് ബ്ലഡ് ടു ദ എൻറ്റയർ ബോഡി. ബ്ലഡ് വെസൽസ് ക്യാരി blood to and from the heart. Major blood vessels with heart include: first one, superior and inferior vena cava, bring deoxygenated blood from the body to the right atrium. Second one, pulmonary arteries carry deoxygenated blood from the right ventricle to the lungs. Third one,
pulmonary veins bring oxygenated blood from the lungs to the left atrium. Fourth one, aorta distribute oxygenated blood from the left ventricle to the body. Question: how the heart works? Specify the sequence of actions. ഒരു ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ വരുന്ന ആക്ഷൻസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഹാർട്ട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മസ്കുലർ ഓർഗനാണ്. അപ്പോൾ ഹാർട്ടാണ് ശരീരത്തിലെ എല്ലാ പാർട്സിനും ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കാം. ആൻസർ: ഹാർട്ട് ഹെൽപ്സ് ടു സർക്കുലേറ്റ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി. The sequence of actions: first one, right atrium receives deoxygenated blood from the body through inferior and superior vena cava, and left atrium receives oxygenated blood from the lungs through pulmonary vein. Second, atrial systole. Atria contract and the blood flows from right atrium to right ventricle, and blood from left atrium flows to the left ventricle. Third one, ventricular systole. When the ventricles contract, blood from the right ventricle is transported to the lungs through the pulmonary artery, and blood from the left ventricle is transported to all parts of the body through aorta. Joint diastole. Ventricles contracts and the four chambers return to their normal state and repeats this cycle. This cycle actions ensure continuous blood circulation in the body. Question: what is pulse? Pulse എന്നാൽ എന്ത്? ആർട്ടറീസിൽ അനുഭവപ്പെടുന്ന ബീറ്റിംഗ് സെൻസേഷനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹാർട്ട് ബോഡിയിലുള്ള പാർട്സിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ആൻസർ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: pulse refers to the beating sensation felt in the arteries as blood is pumped through the body by the heart. It is measured as a beats per minute. It is commonly felt in areas where arteries are close to the skin surface, such as the wrist and neck. Pulse rate provides important information about overall health of heart. Question: what is blood pressure? Explain the types of blood pressure. Blood pressure എന്നാൽ എന്ത്? ബ്ലഡ് പ്രഷറിൽ വരുന്ന ടൈപ്സ് ഏതൊക്കെയാണ്? ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ആർട്ടറീസിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ്. രണ്ട് ടൈപ്പ് ഓഫ് ബ്ലഡ് പ്രഷറാണ് ഉള്ളത്. ഒന്ന് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും രണ്ടാമത്തെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കാം. Blood pressure is the pressure felt in the arteries when the heart contracts and relaxes. Two types of blood pressure are: first one, systolic pressure. The pressure exerted on the artery walls during ventricular systole is known as systolic pressure. Average systolic pressure is 120 mmHg. Second one, diastolic pressure. The pressure exerted on the artery walls during joint diastole is known as diastolic pressure. Average diastolic pressure is 80 mmHg. So the normal blood pressure of a healthy person is recorded as 120/80 mmHg. Question: distinguish between systemic circulation and pulmonary circulation in humans. ഹ്യൂമൻസിൽ വരുന്ന സിസ്റ്റമിക് സർക്കുലേഷനും പൾമണറി സർക്കുലേഷനും കുറിച്ചിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിനും ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ രണ്ട് ഡിവിഷനാണ് സിസ്റ്റമിക് സർക്കുലേഷനും അതുപോലെ തന്നെ പൾമണറി സർക്കുലേഷനും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ഡിഫറൻസും എന്താണെന്ന് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് നോക്കാം. ആൻസർ: the circulatory system helps to transport blood throughout the body. Two subdivisions of circulatory system are as follows. First one, systemic circulation in humans involves the heart pumping oxygen-rich blood through the aorta to distribute nutrients and oxygen to tissues via arteries. The superior and inferior vena cava returns deoxygenated blood back to the right atrium.
The systemic circulation begins from the left ventricle and ends in the right atrium. Pulmonary circulation in humans involves the heart pumping oxygen-poor blood through the pulmonary artery to lungs to reoxygenate. The pulmonary vein returns oxygen-rich blood back to the left atrium. The systemic circulation begins from the right ventricle and ends in the left atrium. Question: why the blood circulation in human is said to be double circulation? Humansiനുള്ള ബ്ലഡ് സർക്കുലേഷൻ എന്തുകൊണ്ടാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഹ്യൂമൻസിന് വന്നിട്ട് ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ തന്നെ ഹാർട്ടിലോട്ട് 2 തവണ ബ്ലഡ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ഡബിൾ സർക്കുലേഷൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കാം. ആൻസർ: double circulation means that blood travels twice through the heart in one complete cycle through the body. First, in systemic circulation, oxygen-rich blood is sent out to the body and returns as oxygen-poor blood to the heart. Then, in pulmonary circulation, the heart sends oxygen-poor blood to the lungs and get back the oxygen-rich blood and proceed with the next circle of distribution of oxygen-rich blood to body parts. This process ensures blood passes through the heart's chambers twice before returning to the body, making human blood circulation double circulation. Question: what are the factors that adversely affect the health of the heart? ഹാർട്ടിൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഹാർട്ടിൻ്റെ ഹെൽത്ത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് ഒന്നാമത്തെ ലാക്ക് ഓഫ് എക്സസൈസ് ആയിരിക്കും, രണ്ടാമത്തെ വന്നിട്ട് അൺഹെൽത്തി ഫുഡായിരിക്കും, മൂന്നാമത് പറയുന്നത് യൂസേജ് ഓഫ് ആൽക്കഹോൾസ് അതുപോലെ സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ഹാർട്ട് ഹെൽത്ത് ആർ ലാക്ക് ഓഫ് എക്സസൈസ്, അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, use of alcohols and drugs, smoking, hypertension. Question: what is tissue fluid? What is the role of tissue fluid in the exchange of substance? Tissue fluid എന്നാൽ എന്ത്? ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ റോൾ എന്ത്? കാപ്പിലറീസിലൂടെ ബ്ലഡ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബ്ലഡിലുള്ള ഫ്ലൂയിഡ് പാർട്ട് വന്നിട്ട് കാപ്പിലറീസ് വാളിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ വിശദീകരിച്ച് എഴുതാം, അതിൻ്റെ റോൾ എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: when blood flows through capillaries, the fluid part of the blood oozes or leaks into the intercellular spaces through minute pores of the capillary wall. This fluid is the tissue fluid. It helps in the exchange of nutrients, oxygen, carbon dioxide and waste products between the blood and cells. Transport of substances take place between cells and tissue fluid. Question: how is the lymph formed? Explain. ലിംഫ് എങ്ങനെ ഫോം ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ടിഷ്യൂ ഫ്ലൂയിഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് വന്നിട്ട് ലിംഫാറ്റിക് കാപ്പിലറീസ് കളക്ട് ചെയ്തിട്ട് ലിംഫാറ്റിക് സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ ഈ ലിംഫ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ടിഷ്യൂ ഫ്ലൂയിഡ് is the fluid that leaks from the blood capillaries into the spaces between cells. Lymph is formed when this tissue fluid is collected by lymph capillaries and transported through the lymphatic system. Thus, lymph is essentially tissue fluid that has entered the lymphatic vessels. Question: what are the types of tissues in plants? Explain the functions of each. പ്ലാന്റ്സിൽ വരുന്ന 2 ടൈപ്പ് ടിഷ്യൂസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ പ്ലാന്റ്സിൽ വരുന്ന 2 ടിഷ്യൂസ് എന്ന് പറയുന്നത് ഒന്ന് സൈലോം, രണ്ടാമത്തെ ഫ്ലോയുമാണ്. സൈലം വന്നിട്ട് വാട്ടറും സാൾട്ട്സും ട്രാൻസ്ഫർ ചെയ്യുന്നു, അതുപോലെ ഫ്ലോയും വന്നിട്ട് ഫുഡാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കാം. ആൻസർ: the 2 tissues present in plants includes first one xylem, transports water and salts. Second one phloem, transports the food that is produced. Question:
Explain how the conduction of water takes place in plants. പ്ലാന്റ്സിനകത്ത് കണ്ടക്ഷൻ ഓഫ് വാട്ടർ എങ്ങനെ നടക്കുന്നത്? ആദ്യം റൂട്ടിലൂടെ വെള്ളം ചെടിയിലോട്ട് വലിച്ചെടുക്കുന്നു. എന്നിട്ട് സൈലം ട്യൂബ്സിലൂടെ ഈ വെള്ളം ചെടികളുടെ ഇലകളിലോട്ട് എത്തുന്നു. ഇതിനകത്തുള്ള എക്സസ് വാട്ടർ വന്നിട്ട് ട്രാൻസ്പിറേഷൻ വഴി കൊഴുത്തുവിടുന്നു. ഇങ്ങനെയാണ് വാട്ടർ കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കാം. ആൻസർ: വാട്ടർ എൻറ്റേഴ്സ് ദ റൂട്ട് സെൽസ് by osmosis. Osmosis helps water to move up through the xylem tubes and reaches leaves. Loss of water from leaves through transpiration also causes water to rise through the xylem tubes. Question: Explain the conduction of food in plants. Plants-il നടക്കുന്ന ഫുഡ് കണ്ടക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഫോട്ടോസിന്തസിസ് പറഞ്ഞൊരു പ്രോസസ്സ് വഴിയാണ് ഫുഡ് ലീവ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഫുഡ് കണ്ടക്ഷൻ എങ്ങനെയാണ് എഴുതാൻ നമുക്ക് നോക്കാം. ആൻസർ: ഗ്ലൂക്കോസ് മെയ്ഡ് ഇൻ ലീവ്സ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ഈസ് കൺവേർട്ടഡ് ഇൻടു സക്രോസ് ആൻഡ് മൂവ്ഡ് ഇൻടു സീവ് ട്യൂബ്സ് യൂസിംഗ് എനർജി. ദ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സക്രോസ് in the sieve tubes draws water from nearby xylem tubes, creating high turgor pressure and helps transport sucrose through the sieve tubes. Question: Write a short note on types of cells found in the xylem plant tissues. Xylem plant tissues il varuna types of cells ine kurichittu ezhuduka. Xylem plant tissues nathu main ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ട്രൈക്കേഡ്സും രണ്ടാമത് വന്നിട്ട് വെസൽസും ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Two types of xylem tissues are as follows. First one, tricheids. Tricheids are dead cells. They forms the small veins of the leaves, long and spindle shape. Vessels. Vessels are dead cells. As the cross walls have broken down, it look like long pipes. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് fill in the blanks questions ആണ്. Question: Digestion in humans is completely dash. Extracellular. Question: Lymphatic system plays a major role in dash. Answer: Immunity. Question: After entering the villus, the branches of artery again divides into dash. Answer: Capillaries. Question: Capillaries join together to form dash. Answer: Small veins. Question: Blood containing nutrients from the liver reaches the heart through the dash. Answer: Hepatic vein. Question: Nutrients from the blood capillaries of the villus reaches the liver through the dash. Answer: Portal vein. Question: Dash is a double-layered membrane that covers the heart. Answer: Pericardium. Question: Time required for completing cardiac cycle is dash second. Answer: 0.8 second. Question: One dash is known as one heartbeat. Answer: Cardiac cycle. Question: Rate of pulse and dash are equivalent in normal scenario. Answer: Heartbeat. Question: Dash is controlled by the rhythmic contraction and relaxation of the heart muscles. Answer: Heart rate. Question: Dash destroys germs in the food and regulates the pH. Answer: Hydrochloric acid. Question: Enzyme that partially digests the protein is dash. Answer: Pepsin. Question: Dash is the enzyme that helps in the digestion of lipids. Answer: lipase. Question: Dash protects the stomach wall from the action of digestive juice. Answer: mucus. Question:
Dash help to bite into pieces and chew the food. Answer: teeth. Question: dash and dash help in the chewing process. Answer: tongue and saliva. Question: red blood cells and large protein molecules are not present in dash. Answer: lymph. Question: dash is the natural pacemaker of heart. Answer: sinoatrial node. Question: dash ensure the one-way blood flow from the ventricles. Answer: semilunar valves. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെയിം ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ: നെയിം ദ മേജർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡൈജഷൻ പ്രോസസ്. ആൻസർ: മെക്കാനിക്കൽ ഡൈജഷൻ ആൻഡ് കെമിക്കൽ ഡൈജഷൻ. ക്വസ്റ്റ്യൻ: നെയിം ദ പാർട്സ് വെർ മെക്കാനിക്കൽ ഡൈജഷൻ ടേക്സ് പ്ലേസ്. ആൻസർ: മൗത്ത്, സ്റ്റൊമക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ക്വസ്റ്റ്യൻ: name parts that help in the movement of food from mouth to the esophagus. Answer: tongue, palate, uvula, epiglottis. Question: name the chambers of human heart. Answer: right atrium, left atrium, right ventricle and left ventricle. Question: name the chamber to which blood enters from the right atrium. Right ventricle. Question: name the chamber to which blood enters from the left atrium. Answer: left ventricle. Question: name the blood vessel into which blood enters from the right ventricle. Answer: pulmonary artery. Question: name the blood vessel into which blood enters from the left ventricle. Answer: aorta. Question: what is the rate of heartbeat in normal adults? Answer: the heart rate for normal adults ranges from 60 to 100 beats per minute while at rest. Question: name two equipments used for measuring blood pressure. Answer: sphygmomanometer and digital BP apparatus. Question: name the simple components of carbohydrates. Answer: glucose, fructose, galactose. Question: name the simple components of protein. Answer: amino acids, fat, fatty acid, glycerol. Question: name the nutrients that do not undergo digestion. Answer: vitamins, minerals and water. ടോപ്പ് ട്യൂഷൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങളുടെ പരീക്ഷയിൽ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.